കോഴിക്കോട് പേരാമ്പ്രയിൽ MDMA വേട്ട 51.432 ഗ്രാം MDMAയുമായി 3 പേരാണ് അറസ്റ്റിലായത്. കക്കട്ടിൽ സ്വദേശികളായ മുഹമ്മദ് തസ്നീം, സിറാജ്, കർണാടക സ്വദേശി മുഹമ്മദ് യാസിൻ എന്നിവരാണ് അറസ്റ്റിലായത്. രാഹുൽ KV ഉണ്ട്. രാഹുൽ, എങ്ങനെയാണ് ഇവരെ കുടുക്കിയത്? രതീഷ്, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ എടുത്തതും അറസ്റ്റുകളുമുള്ള ജില്ലകളിലൊന്നാണ് കോഴിക്കോട്. സിറ്റി പോലീസ് പരിധിയിലും റൂറൽ പരിധിയിലും MDMA വേട്ട, രാസലഹരി വേട്ട തുടരുകയാണ്. ഇപ്പോൾ 3 പേരെയാണ് ഡാൻസ് ഓഫ് പരിശോധനയിൽ പിടികൂടിയിട്ടുള്ളത്. ഇവരിൽ നിന്ന് 51.432 ഗ്രാം MDMA വലിയ അളവിലാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. കാറിൽ കടത്തുകയായിരുന്നു മയക്കുമരുന്ന്. ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് 3 പേരും പിടിയിലാകുന്നത്. ഇവർക്ക് മുഹമ്മദ് യാസിൻ, മുഹമ്മദ് തസ്നീം, സിറാജ് എന്നിവരെയാണ് പോലീസ് ഏതായാലും പിടികൂടിയിട്ടുള്ളത്. ഇവരിൽ നിന്ന് 8.5 ലക്ഷം രൂപയും ഒപ്പം ഇത് സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാറിൻ്റെ ഡാഷ്ബോർഡിൽ ഒളിപ്പിച്ച നിലയിലാണ് MDMA ഉണ്ടായിരുന്നത്. പണമാകട്ടെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലുമാണ്. ഇവർ നേരത്തെയും രാസലഹരി കടത്തുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടവരാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തുടർന്ന് ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നതടക്കം ഡാൻസ് ഓഫ് സംഘം പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വാഹന പരിശോധന നടത്തിയ സമയത്താണ് 3 പേരെയും പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ജില്ലയിലേക്ക് പ്രധാനമായും ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും MDMA കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ രീതി എന്നുകൂടി പോലീസ് സംഘം പറയുന്നുണ്ട്. പ്രതികളിൽ ഒരാൾ നേരത്തെ വിദേശത്തായിരുന്നു. പിന്നീട് ജോലി പോവുകയും സാമ്പത്തികമായി വലിയ നഷ്ടമൊക്കെ ഉണ്ടായതിന് പിന്നാലെ ഇതുപോലെ മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് കടന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ആരൊക്കെയാണ് ഇവരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയിരുന്നത്, കൂടുതൽ കണ്ണുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുകൂടി ഡാൻസ് ഓഫും പേരാമ്പ്ര പോലീസും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. രതീഷ്. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായും എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷന്റെ ഭാഗമായും സംസ്ഥാനത്ത് വ്യാപകമായി ലഹരി മരുന്ന് വേട്ട തുടരുകയാണ്. ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നാണ് MDMA പിടിച്ചെടുത്തത്. 51.432 ഗ്രാം MDMA 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നതാണ് രാഹുൽ നൽകുന്ന വിവരം.